ഹലോ ഗെയ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന. ഇന്നലെ നല്ല കാറ്റായിരുന്നു അല്ലേ? രാത്രിയിൽ പകലൊന്നും അങ്ങനെ മഴയേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഇന്നലെ. പക്ഷേ ഇന്നലെ നമ്മൾ ലൈവൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് കിടക്കാൻ കുറച്ച് ലേറ്റായി. അതൊക്കെ കഴിഞ്ഞ് രാത്രി നോക്കുമ്പോൾ എന്തൊരു കാറ്റാണെന്നറിയാം. നമ്മൾ ഇവിടെ നമ്മുടെ മരമുണ്ട്, അതെല്ലാം പൊട്ടി വീണിട്ടുണ്ട്. ശരിക്കും പേടിയായി കേട്ടോ. എന്തൊരു സൗണ്ട് അതിൻ്റെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ കണ്ടോ, നല്ലൊരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ വീട് വരുന്നത്. അപ്പോൾ ഭയങ്കര കാറ്റ്. നോക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എല്ലാം പൊട്ടി വീണിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേസ്റ്റ് ഇടുന്നതിൻ്റെ മുകളിലൊക്കെ കണ്ടില്ലേ, എന്തോ ഭാഗ്യത്തിനത് പൊട്ടിപ്പോയിട്ടില്ല. പിന്നെ ഇതാ കണ്ട, നമ്മൾ ഈ സർവീസ് ലൈനിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ശരിക്കും വീണിട്ടുണ്ടായിരുന്നത്. താണുപോയി. പിന്നെ ഉണ്ണേട്ടം കുറച്ച് കൊത്തിയിട്ട് അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നതായിട്ട്. പക്ഷേ അതിൻ്റെ അത് കെട്ട് കമ്പി കണ്ടില്ലേ, ആ കമ്പിയൊക്കെ ആടുന്നുണ്ട് പൊട്ടിപ്പോയിട്ട് ഇളകിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു ഭയങ്കര കാറ്റായിരുന്നു. ശരിക്കും പേടിച്ചു പോയി കേട്ടോ. നിങ്ങളെ അങ്ങോട്ടൊക്കെ കാറ്റുണ്ടായിരുന്നു ഇന്നലെ. പക്ഷെ ചിലവർ അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ. ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടായിരിക്കും, അല്ലേ ആ ഭാഗത്തേക്കൂടെ കാറ്റ് പോയിട്ടില്ലേമോ, അതും പറയാൻ പറ്റില്ല കേട്ടോ. എന്താ കാണുന്നുണ്ടാ എൻ്റെ ഈടെ കണ്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഞാനൊരു കോവ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പന്തലൊന്നും ഒന്നുമില്ല, അതിൻ്റെ ഒരു കാല് മാത്രമുണ്ട്, ബാക്കി തേച്ചും പോയി കണ്ടില്ലേ. എൻ്റെ എന്തല്ലോ ചെടികളും എല്ലാം അടിയിലായി പോയില്ലേ. നമ്മുടെ മൾബറി കുട്ടനൊന്നും പറ്റിയില്ല കേട്ടോ. എന്താ, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് കൊണ്ടു നടക്കുന്ന മൾബറി കേട്ടോ അത്. എന്താ പോയി. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് കാറ്റൊക്കെ ഉണ്ടായിരുന്നോ പറ കേട്ടോ. പിന്നെ ഇല്ലേ, അതേപോലെ നമ്മൾ പയർ കാണണം. എൻ്റെ പയറൊക്കെ തേച്ചും പൊട്ടി വീണു കണ്ടില്ലേ. എന്താ, ഞങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വറക്കാനൊക്കെ ഇത്ര പയർ കിട്ടുന്നതാ. തേച്ചും പോയിപ്പോടോ കാറ്റിന്. എന്തൊരു കാറ്റാണെന്നറിയാം. നിങ്ങളെ അങ്ങോട്ടൊക്കെ കാറ്റുണ്ടായിരുന്നോ, എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറ കേട്ടോ. പിന്നെ കറണ്ടൊന്നും ഇല്ല കേട്ടോ നമുക്കൊന്ന്. പിന്നെ ഇതാ ഉണ്ണേട്ടം കണ്ടില്ലേ, രാവിലെ പണിക്ക് പോകാനൊക്കെ അപ്പോഴൊക്കെ ഇതൊക്കെ കണ്ടത്. എന്നിട്ട് ഇതാൾ എല്ലാം കൊത്തി മുറിച്ചിടുന്നുണ്ട്. പണിക്കൊന്നും പോകാൻ പറ്റൂലല്ലോ. ഇതിൻ്റെ മുകളിലായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് മാറ്റി താഴെ ഇട്ട്. ഇത് കാണുമ്പോൾ ചെറുതുപോലെ തോന്നുന്നുണ്ടോ? ചെറുതൊന്നല്ല കേട്ടോ. കണ്ട, വലിയ മരത്തിൻ്റെ തന്നെയാണത്. കണ്ട, അതിൻ്റെ മുകളിൽ പൊട്ടിക്കൊണ്ട് അതിൻ്റെ അപ്പുറത്തെ അത് പൊട്ടിപ്പോയി കേട്ടോ. അതിൽ പിന്നെ നമ്മൾ വേസ്റ്റൊന്നും ഇടലില്ല, അത് പൊട്ടിപ്പോയി. പക്ഷേ ഇപ്പുറത്തെ പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ഇതിലാണ് ശരിക്കും നമ്മൾ വേസ്റ്റൊക്കെ ഇടൽ. കണ്ടില്ലേ, ഇതാ കണ്ട, ശരിക്കും അതിൻ്റെ മുകളിൽ തന്നെ വീണത്. ഇതാ ഇങ്ങനെയാണുള്ളത്. ഇതാ എന്നാണിതാ കൊത്തുന്നുണ്ട്. കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ. ഞങ്ങൾ തേച്ച് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. അത് ഇതില്ലേ ഏട്ടാ കൊത്തുന്നത് ഞാൻ ഇങ്ങനെ വന്ന് പൊന്തിച്ച് കൊടുക്കണം. കാരണം അത് കൊത്തുന്ന ബാറിൽ ഇത് പൊട്ടിപ്പോന്ന് വെച്ച് പേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് വെക്കട്ടെ. കനമുണ്ട് ഇത് നല്ല. എൻ്റെ അമ്മോ, എന്താ കണ്ടില്ലേ മണ്ണ്. അന്നേരം ഇവിടെ ഞാൻ പൊന്തിച്ച് പിടിച്ചാലും അവിടെ കൊത്തുമ്പോൾ അതങ്ങ് പെട്ടെന്ന് താഴോട്ട് പോയാൽ ഇതാവുക. വെയിറ്റ് അങ്ങനെ വരൂ. അങ്ങനെയല്ലേ, കുറച്ച് പൊട്ടാനാകുമ്പോൾ അല്ലേ. പൊന്തിക്കട്ടെ. ഇത് ആടെ പിടിക്കാം. ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കട്ടെ. ഇങ്ങനെ അങ്ങോട്ടേക്കോ. ഓക്കേ, അങ്ങോട്ടേക്ക് അത് പോകുന്നില്ലടോ. ബേക്കിൽ കാലിന് കുറ്റി എന്തോ തറച്ച് അതിന് താഴെ വീണ് വിടുവാ. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഏകദേശം ഉണ്ണിയാട്ട് രണ്ടിൻ്റെ മുകളിൽ നിന്ന് എല്ലാം കൊത്തി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് വലിച്ചിട്ടിത്. കാരണം അതിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ കൊത്തുമ്പോൾ അഥവാ അതിന് തട്ടി പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ ഏട്ടൻ വൃത്തിയാക്കുന്നത്. നമ്മൾ രാവിലെ എണീച്ച് നമ്മൾ ചായയൊന്നും കുടിച്ചിനോ ആക്കിനൊന്നുമില്ല. നമ്മൾ രാവിലെ തന്നെ ഇതിനിറങ്ങും ചെയ്തത്. എല്ലാം ഒന്ന് വൃത്തിയാക്കുക. പിന്നെ കറണ്ടൊന്നുമില്ല, പിന്നെ മക്കളൊന്നും എണീച്ചില്ലല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട്
കാണുന്നുണ്ടോയെന്നറിയില്ല, കണ്ടില്ലേ ആ പോസ്റ്റിൻ്റെ ആ കമ്പി കണ്ട, ആ കുഴിച്ചിട്ട് അതൊക്കെ വലിഞ്ഞു പോയിട്ടുണ്ട്. ഇതപ്പോൾ പോസ്റ്റ് കണ്ട ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് അതെന്തുകൊണ്ടാണെന്നറിയാം. താഴെ കണ്ട ഒരു പ്ലാവ്, ആ ലൈൻ നിങ്ങൾ കാണുന്നുണ്ടാകുമ്പോൾ അതാ കാണുന്നുണ്ട്, ആ പ്ലാവ് ലൈൻമേലുള്ള മൊത്തം താണിട്ടുള്ളത്. കറണ്ടൊന്നുമില്ല, എപ്പോഴും കാണുന്നുണ്ടെന്ന് അറിയില്ല നിങ്ങൾ. കണ്ടാ ഇങ്ങനെ ചെരിഞ്ഞു പോയി, അതാണ്ടാ ഇളകിപ്പോയിട്ട്, കണ്ടില്ലേ അതാ കണ്ട പൊട്ടിയിട്ട് ലൈന് മേലുള്ള ലൈന് താണിട്ട്. എൻ്റെ ഫോണ് ക്ലിയർ അല്ല, എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിച്ചിട്ട് ഞാൻ പോയിട്ടാ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ വൃത്തിയാക്കാനുണ്ട്. കുട്ടികൾ എണീച്ചിനില്ല, അവരെണീക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ക്ലിയർ ആക്കണം. പിന്നെ രാവിലെ തന്നെ നമ്മൾ ചായ പോലും ആക്കാനോ കുടിക്കാനോ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ നേരെ ഇതിനാണ് ഇറങ്ങിയത്. കാരണം രാത്രി എല്ലാവരും പേടിച്ചു പോയല്ലോ. അപ്പുറത്തെ വീട്ടിൽ അവർക്കൊക്കെ ഒരുപാട് എന്തൊക്കെയോ പൊട്ടി കൊണ്ടൊക്കെ ഉണ്ട്, ഷീറ്റൊക്കെ പാറിപ്പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ തന്നെ അറിയാലോ, വീടിൻ്റെ മുകളിലൊക്കെ മരമൊക്കെ പൊട്ടി വീണിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്ബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തായാലും. പിന്നെ ഞാൻ ഇത് കുറേ മുന്നേ എടുത്തുവെച്ച വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ തിരക്കിലായിപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സമയമൊക്കെ കിട്ടുമ്പോഴും പിന്നെ മോൾ ഉറങ്ങുന്നതൊക്കെ സമയത്താണ് കേട്ടോ ഞാനിങ്ങനെ എഡിറ്റൊക്കെ ചെയ്ത് വോയിസൊക്കെ കൊടുക്കുക. കാരണം മോളെ ശബ്ദം വരുന്നതായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനും ഏട്ടനും കൂടെ പെട്ടെന്ന് അതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം ചായയൊക്കെ ആക്കിയിട്ട് എനിക്ക് കുട്ടികൾക്കും ഏട്ടനൊക്കെ കൊടുക്കാൻ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും വരും. അപ്പോൾ എല്ലാവരും സമയമുള്ളപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും.